ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ഇട്ടിട്ടുള്ള ഒരു കപ്പ ബിരിയാണി. ഇന്ന് രാത്രി ഇതാ പുതിയൊരു സെറ്റപ്പൊക്കെയാണ്. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതിൽ ഇന്ന് ഇങ്ങനെ ഒരു പുറത്ത് വെച്ചിട്ടൊരു കുക്കിംഗ് പ്ലാൻ ചെയ്തതാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ചീവീടിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് കപ്പ ബിരിയാണി ബീഫ് ചേർത്തിട്ടാണ് കിട്ടാറുള്ളത്. ഇന്ന് നമ്മൾ ചിക്കൻ ചേർത്തിട്ടാണ് ചിക്കൻ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി ചൂടായപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ വേണേ, പിന്നെ ഇതിൽ വേറൊരു വറവിടലും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ തേങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്ര കണ്ട് വോയിസ് ക്ലിയർ ആവുമെന്നറിയില്ല. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള അരിഞ്ഞത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ ഉരുളിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ചിക്കൻ കറിയും അങ്ങനത്തെ ഒക്കെ ഉരുളിയിൽ ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കപ്പയൊക്കെ മുറിച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ കപ്പ മുറിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കായിട്ട് ഒരു കിലോ ചിലപ്പോൾ കുറച്ചധികം ഉണ്ടാവും. അങ്ങനെയാണ് കപ്പ എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് കപ്പ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വെള്ളമടിച്ച് കഴിഞ്ഞാൽ അതിൽ ആ മട്ടൊക്കെ പോവുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ചിക്കനിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? കുക്കറിലിട്ടാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കപ്പ കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മൾ കപ്പ കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഉള്ളി എന്തായി നോക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി ഇതാ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു സാധനം ചേർക്കാൻ മറന്നുപോയേ. നമ്മളെ കാന്താരി മുളക് ഞാൻ നേരത്തെ മുറിച്ച ശേഷം മറന്നുപോയി. അപ്പോൾ ഞാൻ അതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ കാന്താരി മുളകിൽ പച്ചമുളക് ചേർത്താൽ മതി. കാന്താരി മുളക് ഇട്ടാൽ വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി അധികം ചേർക്കുന്നില്ലേ. ഞാൻ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിനി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമുക്കിതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മളൊരു കൈക്കണക്കിന് അങ്ങ് ചേർക്കൽ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. നമ്മളൊരു സ്നാക്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല പിന്നെ 1 ടീസ്പൂണൊക്കെ മതി. ഇനി കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. നമുക്ക് എരിവിന് ആവശ്യത്തിന് കുരുമുളകാണ് ഇതിലിടുന്നത്. കാന്താരിയുടെ എരിവുണ്ടാവും. പിന്നെ കുറച്ച് മുളക് പൊടി നമ്മൾ ചിക്കനിൽ പരട്ടിയിട്ടുണ്ട്. ബാക്കി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പയൊക്കെ ഇട്ടതിന് ശേഷം എരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടീൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളെ പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞ് മഷി പോലെയൊന്നും ആയിട്ടില്ല. ബാക്കി നമ്മൾ ചിക്കൻ്റെ അപ്പുറം കിടന്ന് വെന്തോളും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇത്രയും ഇട്ടിട്ട് നല്ലോണം പെരക്കിയിട്ട ചിക്കനാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഒരു 5 മിനിറ്റ് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഈ ചിക്കനും മസാലയൊക്കെ ഒന്ന് പെരണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമ്മളെ ചിക്കൻ വേവിച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലേ, ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. അഥവാ അടിക്ക് പിടിക്കാനൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഈ വെള്ളം ഒഴിക്കാണ്ട് ഈ ചിക്കനിലെ വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ വേവുമ്പോൾ ഒന്നുകൂടെ ചിക്കന് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് തുറന്നു കൊടുക്കാം. നമ്മളെ ചിക്കനിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1-2 തവണ ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്ത കപ്പ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നന്നായിട്ടിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ, അപ്പോഴേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനും കപ്പയും മസാലയും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പ എപ്പോഴും നല്ല കപ്പ നോക്കി വാങ്ങണേ, കാരണം കപ്പ ചൊയ്യുള്ള കപ്പയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ കപ്പ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ മുളകിൻ്റെ എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ സവാള ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ശരിക്കും ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ ഒരു മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ഇന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ ആക്കി വന്നപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കുറച്ച് ആളുകളൊക്കെ കൂടുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം, എല്ലാവർക്കും നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ കപ്പ ഇതാ ഒരു പാത്രത്തിലേക്ക് വിളമ്പുന്നുണ്ട്. നമ്മളൊരു ഇലയിൽ വിളമ്പുമ്പോൾ ഏത് ഫുഡിനും ഒരു പ്രത്യേക ഭംഗിയല്ല കാണാൻ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാട്ടോ, സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. മനസ്സിൽ തോന്നിയൊരു റെസിപ്പിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അടിപൊളിയാണ്. ചിക്കൻ കറി നമ്മൾ സെപ്പറേറ്റ് വെച്ചാൽ ഈ ടേസ്റ്റ് തോന്നില്ല അല്ലേ? നല്ല മിക്സിങ്, നല്ല ഫ്ലേവർ. ഈ കുരുമുളക് പൊടി തന്നെ വേണം, അതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്.